ബഹുമാനികളെ, നമുക്ക് അല്ലാഹു ജല്ല ജലാലു തന്ന ഈ ആയുസ് അത് വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ സമയം എന്ന് പറയുന്നതാണ് അവന്റെ മൂലധനം, ക്യാപിറ്റൽ. ചിലരോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ സമ്പത്തിന്റെ കണക്ക് പറയും. എന്നാൽ ഒരു മനുഷ്യന്റെ ശരിക്കും മൂലധനം എന്ന് പറയുന്നത് സമ്പത്തല്ല, മറ്റു ഭൗതികമായ ഒന്നുമല്ല, അത് സമയമാണ്. മനുഷ്യൻ അല്ലാഹു ജല്ല ജലാലു നൽകുന്ന സമയമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനം. ഒരു സെക്കൻഡ് എന്ന് പറയാൻ തന്നെ നമുക്ക് 3 സെക്കൻഡ് വേണം. സമയത്തിന്റെ വില, അല്ലാഹു നമുക്ക് നൽകുന്ന സമയത്തിന്റെ സെക്കൻഡുകളുടെ വില. നമ്മളിങ്ങനെ ജീവിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, തൊഴിലെടുക്കുന്നു, കുടുംബം പോറ്റുന്നു, നമ്മളെ ആയുസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു വരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലാഹു ജല്ല ജലാലു നമുക്ക് നൽകിയ ഈ സമയത്തിന്റെയും സെക്കൻഡുകളുടെയും വില. ഇംഗ്ലീഷില് ഒരു പറച്ചിലുണ്ട്, ഫാസ്റ്റ് ഈസ് ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി, പ്രസന്റ് ഈസ് പ്രസന്റ്. ഫാസ്റ്റ് ഈസ് ഹിസ്റ്ററി, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയം അത് കഴിഞ്ഞു, ചരിത്രത്തിന്റെ ഭാഗമായി പോയി, പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറയാനേ പറ്റുള്ളൂ. എന്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, പക്ഷെ തിരിച്ചു കിട്ടും, ആ സമയം തിരിച്ചു കിട്ടൂല. എന്നാലോ ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു കാലമുണ്ട്, പക്ഷെ അത് നിഗൂഢതയാണ്, ആർക്കും ഉറപ്പില്ലാത്തതാണ്. അടുത്ത സെക്കൻഡിൽ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും, ഉറപ്പില്ല. അത് ഉറപ്പില്ലാത്ത, ഉറപ്പുള്ളത് പോയി, നഷ്ടപ്പെട്ടു. പിന്നീട് നമുക്കിപ്പോ ആകെ ഉള്ളത് പ്രസന്റ് ഈസ് പ്രസന്റ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സമയം, ഇപ്പൊ ഈ ചെലവഴിക്കുന്ന ഈ സമയം, ഇത് തന്നെ ഉള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് ഉറപ്പില്ല. പിന്നെ ആകെ ഉള്ള നമ്മളിപ്പോ ഈ ജീവിക്കുന്ന, ഈ ഇരിക്കുന്ന, ഈ ചെയ്യുന്ന, ഈ ചൊല്ലുന്ന, ഈ പറയുന്ന ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആകെ ഉറപ്പുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഉറപ്പുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഈ വർത്തമാനകാലം, പ്രസന്റ് സ്റ്റേജ്, ഇത് നമ്മൾ മുതലാക്കാൻ ശ്രമിക്കണം. അത് മുതലാക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അത് മുതലാക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹായ ഹദീസിൽ കാണാം, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാ നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ, അല്ലാഹു ജല്ല ജലാലു മനുഷ്യർക്ക് നൽകുന്ന വലിയ 2 അനുഗ്രഹങ്ങളിൽ ശരിക്കും അവർ വഞ്ചിതരാണ്, അവർ ചതിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാൽ അത് വലിയ നിഅമത്താണ്, അതിനോളം വലിയൊരു നിഅമത്തില്ല. ഏറ്റവും വലിയ നിഅമത്ത് 2 നിഅമത്ത്. പക്ഷേ അധികം ആളുകളും മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധികം ആളുകളും ആ 2 നിഅമത്തിൽ വഞ്ചിതരാണ്, ചതിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അസ്സിഹത്തു, മറ്റൊന്ന് വൽ ഫറാഗ്. അസ്സിഹത്തു, അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം, വൽ ഫറാഗു, മറ്റൊന്ന് ഒഴിവ് സമയം. സമയത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഒന്ന് അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം, മറ്റൊന്ന് നമുക്ക് അല്ലാഹു നൽകിയ ഒഴിവ് സമയം. ആരോഗ്യം, ഈ ആരോഗ്യത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയിട്ടുണ്ട്, ചതിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, പോകാനും വരാനും ചാടാനും ഓടാനും ഒക്കെ നല്ല ആരോഗ്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ബോധമുണ്ട്.
മനസ്സിന്റെ ഉള്ളിൽ ഈമാനുണ്ട്, എന്തെങ്കിലും അമലുകൾ ചെയ്യണമെന്ന ചിന്തയുണ്ട്. പക്ഷേ വരട്ടെ, കുറച്ചുകൂടെ അങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്തായി പോയി? നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു. ശരിയല്ലേ? പലരും അങ്ങനെയല്ലേ? വരട്ടെ, നന്നാകാം അല്ലേ? പക്ഷേ നന്നാകണമെന്നു തീരുമാനിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോഴേക്കും ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ നമ്മൾ പലരിലും നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, രണ്ട് വലിയ നിഅമത്തിലും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലും സൽക്രമങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. അത് പിന്നെ ആക്കാമെന്ന് വിചാരിച്ചാൽ ഈ ആരോഗ്യം ഏതു സമയവും നഷ്ടപ്പെട്ടു പോകാം. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിന്റെ പുണ്യമാക്കപ്പെട്ട ഈ ആദ്യത്തെ നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ പുരാതനമായ ആലപ്പുഴ ജില്ലയിലെ വലിയകുളം ജുമാ മസ്ജിദിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിന്നോട് തേടുകയാണ്. റബ്ബേ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമല്ലോ. ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമല്ലോ. ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലോ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു. ക്ലാസ്സോടൊപ്പം ഇൽമു പറയുന്നതോടൊപ്പം ദുആയും കൂടെ അതിന്റെ കൂടെ ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുമ്പോൾ പോണം. കാരണം ഈ സമയത്ത് ദുആന് ഇജാബത്തുള്ളതാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. അതുകൊണ്ട് ദുആയും സ്വലാത്തും ഒക്കെ അതിന്റെ കൂടെ ഇങ്ങനെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തെ, മറ്റൊന്ന് അൽ ഫറാഗ്, ഒഴിവ് സമയം, രണ്ട് നിഅമത്ത് വലിയ നിഅമത്താണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് ആരോഗ്യമാണ്. അതിലധികം ആളുകൾ വഞ്ചിക്കപ്പെട്ടു പോയി. പിന്നെ ആകട്ടെ, അത് വരട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു ആരോഗ്യം നഷ്ടപ്പെട്ടു. ആഗ്രഹിക്കുന്ന സമയത്ത് പിടിച്ചാൽ കിട്ടൂല. ശരിയല്ലേ? മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയം. ആർക്കാ ഒഴിവുള്ള? ആരോട് ചോദിച്ചാലും തിരക്കാണ് അല്ലേ? എന്തു ചോദിച്ചാലും തിരക്കാണ്. തിരക്കെന്ന് പറയാത്ത ആരുമില്ല. എപ്പോ എന്ത് ചോദിച്ചാലും തിരക്ക്. ആർക്കാ ഒഴിവ്? എന്നാ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒഴിവ് സമയമാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ ഒഴിവ് സമയവും വഞ്ചിക്കപ്പെട്ടു, അതിലും വഞ്ചിക്കപ്പെട്ടു. വരുമല്ലോ, ഇനിയും സമയങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഇപ്പൊ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിയാം. അങ്ങനെ ചിന്തിച്ച് ഈ രണ്ട് കാര്യങ്ങളിലും ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് തആല ഈ രണ്ട് കാര്യങ്ങൾ വഞ്ചിക്കപ്പെടാതെ അത് പൂർണ്ണമായി മുതലാക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നാളെ ചെയ്യണമെന്ന് ഉറപ്പു പറയാൻ പറ്റോ? ഇല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്നah, നബി തങ്ങൾ എങ്ങനെ ജീവിച്ചോ, നബി തങ്ങൾ എങ്ങനെ നടന്നോ, നബി തങ്ങൾ എങ്ങനെ കുടിച്ചോ, നബി തങ്ങൾ എങ്ങനെ താടി വെട്ടിയോ, നബി തങ്ങൾ എങ്ങനെ ചലിച്ചോ, നബി തങ്ങളുടെ ചലനാ നിശ്ചലനങ്ങൾ ജീവിതത്തിൽ അതുപോലെ ഒപ്പിയെടുത്ത മഹാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സീമന്തപുത്രൻ ആരാ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് ഒരു സ്ഥാനപ്പേര് കിട്ടി, മുത്തബിഉസ് സുന്നah, നബി തങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് അറിയാലോ, ഒരെണ്ണം കൊണ്ടുവച്ചെടുത്താൽ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. റസൂലുള്ളാഹി എങ്ങനെ ജീവിച്ചോ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ നോക്കിയാൽ മതി. ഉമറുൽ ഫാറൂഖ് തങ്ങളെ പൊന്നുമോനാണ്, സുഹാബിയ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു വർത്തമാനമുണ്ട്. ഇദാ അംസൈത ഫലാ തന്തളിരിസ് സബാഹ് വഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ. എപ്പോഴും
പറയും. വഴി നടന്നു പോകുമ്പോഴും അങ്ങാടിക്കിടെ പോകുമ്പോഴും ആരെ കാണുമ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. എന്തായി പറയുന്നത്? ഓ ലോകരെ, ജനങ്ങളെ, ഇദാ അംസൈത ഫലാ തന്തളിരിസ് സബാ. വൈകുന്നേരം വീടണഞ്ഞിട്ട് ഭാര്യയോട് മക്കളോട് കിടന്നുറങ്ങുമ്പോൾ, നിന്റെ വിരിപ്പിൽ നീ ചെന്ന് കിടക്കുമ്പോൾ, ഫലാ തന്തളിരിസ് സബാ, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോകുമെന്ന്, നീ പ്രഭാതത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ എഴുന്നേറ്റ് പോകാമെന്ന് നീ വിചാരിച്ചു പോകണ്ട. എത്ര ആളുകൾ വൈകുന്നേരം രാത്രിയിൽ ഭാര്യയോട് മക്കളോടൊപ്പം കിടന്നുറങ്ങി. സുബ്ഹാനല്ലാഹ്, രാവിലെ ചെന്ന് ഭാര്യ വിളിക്കുമ്പോൾ മരിച്ചു മരവിച്ച് തണുത്ത ശരീരമായി കിടക്കുന്നു. അല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ പറയാനുണ്ട്. അല്ലാഹുവേ, അത്തരത്തില് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണമല്ലോ. പൊടുന്നനവയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണമല്ലോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി കണ്ടന്റ് മാത്രം പറഞ്ഞു പോവാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയോ, ഇദാ അസ്ബഅത ഫലാ തന്തളിരിൽ മസാ. ഇനി നീ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റാലു തന്നെ വൈകുന്നേരം എത്തിക്കുമെന്ന് നീ ഉറപ്പിച്ചു പോകണ്ട. നീ വൈകുന്നേരം എത്തിക്കുമെന്ന് നീ ഉറപ്പിച്ചു പോകണ്ട. എത്ര അനുഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഭാര്യയോട് മക്കളോട് സന്തോഷത്തോട് യാത്ര പറഞ്ഞിട്ട് പോകുന്ന ഭർത്താവ് തിരികെ മയ്യത്തായി വെള്ള പൊതിച്ച് ആംബുലൻസിൽ കൊണ്ടുവന്നിട്ടുള്ള എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ. അല്ലേ? അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്താനുള്ളതല്ല. പരിശുദ്ധമായ ഖുർആൻ രണ്ട് സമയങ്ങളെ പറ്റി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് സമയങ്ങളിൽ മനുഷ്യൻ ഖേദിച്ചു പോകും. അവന് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ കുറിച്ച്, അവന്റെ നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ കുറിച്ച്, സമയങ്ങളെ കുറിച്ച് മനുഷ്യന്മാർ രണ്ട് സന്ദർഭങ്ങളിൽ വല്ലാതെ ഖേദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഏതാ രണ്ട് സന്ദർഭങ്ങൾ? ഖുർആൻ അല്ലാഹു പറയുകയാണ്, മനുഷ്യന്മാര് രണ്ട് സന്ദർഭങ്ങളിൽ അവന് നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച് ഖേദിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. سورة المنافقين الآية. يا أيها الذين آمنوا ഓ വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ചിന്തയെ തൊട്ട്, പടച്ചവന്റെ ഓർമ്മകളെ തൊട്ട്, അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളെ തൊട്ട് നിങ്ങളെ സമ്പത്തും നിങ്ങളെ മക്കളും നിങ്ങളെ ജോലിയാക്കാതിരിക്കട്ടെ. പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ഓടുമ്പോ, കുടുംബത്തിന് വേണ്ടി ഓടുമ്പോ, സമ്പത്തിന്റെ പിന്നാലെ പായുമ്പോൾ അള്ളാനെ മറന്നു പോകണ്ട. അള്ളാനെ പറയാണ്, അമ്മ മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. അല്ലാ, മക്കളെ കൈകൊണ്ട് തന്നെ ഉമ്മയുടെ വള്ളക്ക് കടാരായിട്ട് കാലം. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ 2025? ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് കണ്ട 2025 പിറന്നതിന് ശേഷം 1.5-2 മാസത്തിനിടയ്ക്ക് 25ഓളം കൊലപാതകങ്ങൾ. അതും സ്വന്തം കുടുംബത്തിൽ പിറന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഉമ്മാടെ വള്ളക്ക്, അപ്പുമ്മാടെ വള്ളക്ക്, കൊച്ചാപ്പാടെ വള്ളക്ക്. അല്ലേ? മക്കളെ പിന്നാലെ പോയി അവർക്ക് ദീന് കൊടുത്തില്ല. അങ്ങനെ തന്നെ പറയണം നമ്മള്. അല്ലേ? സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ ദീനുള്ള മക്കൾ ഉമ്മാടെ വള്ളക്ക് കടാരായിട്ടോ ഏറ്റവും മക്കളെ നന്നാക്കിയ കേട്ടോ? ഇല്ല.
അതാണ് അല്ലാഹു ജല്ല ജലാലു റബ്ബു തആല പറയാണ്, ഓ വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. സമ്പത്തിന്റെ പിന്നാലെ പായുമ്പോൾ, മക്കളെ പിന്നാലെ അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകണ്ട. അങ്ങനെയാ ചിലര് അവർ സ്വയം ജീവിക്കില്ല. നമുക്ക് വേണ്ടി എന്ത് ആഖിറത്തിൽ ഖബറിൽ കിടക്കാൻ എന്തുണ്ടെന്ന് നോക്കൂ. കുടുംബത്തിനും മക്കൾക്കും സമ്പത്തിന്റെ പിന്നാലെ പായും. പറയാണ്, അങ്ങനെ അള്ളാനെ മറന്നിട്ട് നിങ്ങൾ അമ്മാതിരി പ്രവൃത്തി ചെയ്താൽ നിങ്ങളെ പോലെ നഷ്ടവാളികൾ ദുനിയാവിൽ വേറെയില്ല. ഇനി കേട്ടോ, അല്ലാഹു പറയാണ്, മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം പിടികൂടാനിരിക്കുന്നുണ്ട്, മരണം നിങ്ങൾക്ക് വരാനുണ്ട്. ആ മരണം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് അൻഫിഖൂ മിമ്മാ റസഖനാകും. അവിടെ സമ്പത്ത് മാത്രം ചെലവഴിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, നിങ്ങൾക്ക് നാം ഞാനാകുന്ന പടച്ച റബ്ബ് തന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അത് നേരത്തെ പറഞ്ഞ ആരോഗ്യമുണ്ട്, ശരീരമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആരോഗ്യവും സമ്പത്തും എല്ലാം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. മരണം വരുന്നതിന് മുമ്പ് എന്നിട്ട് അല്ലാഹു പറയാൻ, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. നഷ്ടപ്പെട്ടു പോയ ഇന്നലയെ കുറിച്ച് മനുഷ്യൻ ആദ്യമായി ഒരു പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ വിലപിക്കുകയാണ്. ഒരു സെക്കൻഡ് സമയത്തിന് വേണ്ടി യാചിക്കാൻ പോവാണ്. ഒരാളെ മുമ്പിലും ഇന്നുവരെ യാചിച്ചിട്ടില്ലാത്തവൻ, ഒരാളെ മുമ്പിലും തലകുനിച്ചിട്ടില്ലാത്തവൻ, ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആത്മാവുകളെ പിടിക്കാൻ അങ്ങ് മുമ്പിലെത്തുമ്പോൾ അല്ലാഹു പറയാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഇസ്രായീലിനെ കണ്ടു മുമ്പില്. അപ്പൊ പറയാണ്, പടച്ചവനെ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരു സെക്കൻഡ് സമയം, ഒരല്പസമയം നീ എനിക്കൊന്ന് ബന്ധിച്ചു തന്നാൽ, നീ ഇന്ന് ഇപ്പോഴെന്നെ ഒന്ന് വിട്ടു തന്നാൽ, ഫസദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഞാൻ നല്ല 1ാം ക്ലാസ് സ്വാലിഹായി ജീവിച്ചുകൊള്ളാം, ഞാൻ നല്ല 1ാം നമ്പർ മുഅ്മിനായി ജീവിച്ചുകൊള്ളാം. അല്ലാഹു വിടുവോ? ആരെയും വിടുവോ? ചരിത്രമുണ്ടോ? അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു സൽക്രമങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഫസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. നല്ല ദാനധർമ്മം കൊടുത്ത് നല്ല അമലുകളൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം എന്നിട്ട് പിടിച്ചാ പോരെ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു തന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ്. ഇല്ല ഇല്ല, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരൊറ്റ മനുഷ്യനും അവന്റെ അജലെത്തി കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നമ്മൾ ദുനിയാവിൽ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുഹൂർത്തം തെറ്റിപ്പോവും. എന്റെ മോളെ കല്യാണം ഞാൻ ദുഹറിന് മുമ്പ് നിശ്ചയിച്ചു, പക്ഷേ എന്റെ മകളെ കല്യാണത്തിന് പുതിയാപ്പിളയും പാർട്ടിയും വന്നതോ 1:30 1:45 മണിയായി. എന്റെ അനുഭവം പറഞ്ഞതാ.
അലിമീങ്ങൾ, ഉസ്താദുമാർ, മഹാന്മാർ, സാദാത്യങ്ങളൊക്കെ കാത്തിരിപ്പുണ്ട്. പക്ഷേ വരുന്ന വഴിയിൽ വണ്ടി ബ്ലോക്കായി. അപ്പൊ നമ്മളെ എല്ലാ സമയങ്ങളും തെറ്റു, ഏത് കാര്യവും തെറ്റിപ്പോകും. മുഹൂർത്തം തെറ്റിപ്പോയി, ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റും. പക്ഷേ ദുനിയാവിൽ തെറ്റാത്ത ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് മരണം മാത്രമാണ്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ. അജലത്തിയാൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് പോകൂല, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് പോകില്ല. കൃത്യസമയത്ത് തന്നെ മലക്കുൽ മൗത്ത് വന്ന് പിടിച്ചു കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്മാർ അവന് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ കുറിച്ച്, സമയത്തെ കുറിച്ചോർത്ത് വിലപിക്കുന്ന രണ്ട് സമയങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒന്ന് ഈ മരണത്തിന്റെ സമയമാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. നമ്മൾ പഴയ വയലിൻ്റെ ആളാണ്, നമ്മള് പഴയ വയലിൻ്റെ ആളാണ്, മോഡേൺ വയലല്ല. അള്ളാഹു കൂടുതൽ ഇൽമു തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. ഇനി മറ്റൊരു സമയം, മനുഷ്യൻ അവനെ നഷ്ടപ്പെട്ടു പോയ, നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നല്ലോ. ഈ സമയത്തിന് വേണ്ടി യാചിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ വില മനസ്സിലാക്കുന്ന മറ്റൊരു സമയമുണ്ട്. അത് സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു പറയുകയാണ്, വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽസാലിമീന മിൻ നസീർ. അത് പരലോകത്താണ്, അത് പരലോകത്താണ്. എപ്പോഴാ വഹും യസ്തരിഹൂന ഫീഹാ, ഈ മനുഷ്യന്മാരെ നരകത്തിലേക്ക് ഇങ്ങനെ അല്ലാഹു വലിച്ചെറിയാൻ ഒരുങ്ങുമ്പോൾ, ധിക്കാരികളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങുമ്പോ, വഹും യസ്തരിഹൂന ഫീഹാ, അവരിങ്ങനെ അലറി വിളിക്കും. ധിക്കാരികൾ, ദുർമാർഗികൾ അവരിങ്ങനെ അലറി വിളിക്കും. അല്ലാഹുവിന്റെ ഖുർആനാ. അവരിങ്ങനെ അലറി വിളിച്ചിട്ട് പറയും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു. പടച്ചോനെ, റബ്ബനാ, ഞങ്ങളുടെ സംരക്ഷകനായ യജമാ. അപ്പോഴാ ബോധം വന്നവന്, അല്ലാഹുവേ, ആകാശത്തിന്റെ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ഉടമസ്ഥനായ അല്ലാ, നിന്നെ ഞങ്ങൾ ഇത് അംഗീകരിക്കുകയാണ്. തെറ്റുപറ്റിപ്പോയി പടച്ചോനെ, നന്നാകാൻ കഴിഞ്ഞില്ല റബ്ബനാ. അവിടെ നിന്നുകൊണ്ട് വിളിക്കും, പടച്ചോനെ, ഞങ്ങളുടെ സംരക്ഷക, അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു. ഇവിടുന്ന് ഒന്നൊന്ന് പുറത്തിട്ട് തരുവോ, ഒന്ന് തൽക്കാലത്തേക്കൊന്ന് പിന്തിച്ചു തരുവോ, ഒന്നിവിടുന്ന് മാറ്റിത്തരുവോ അല്ലാ. കുന്നാ നഅമലു, എന്ത് വേണോ ഞങ്ങൾ ചെയ്യാമല്ലോ, എന്ത് വേണോ ഞങ്ങൾ ചെയ്യാമല്ലോ. നഷ്ടപ്പെട്ട സമയത്തിന് വേണ്ടി മനുഷ്യൻ നഷ്ടപ്പെട്ട ഇന്നലകളെ കുറിച്ച് ഓർത്തിട്ട് അള്ളാന്റെ കോടതിയിൽ പരലോക വിചാരണയുടെ നാളിൽ യാചിക്കുകയാണ്. ഒന്ന് പുറകോട്ട് അല്പസമയത്തിന് അല്ല പറയും, അവലം നുഅമ്മിറുകും മാ യതദക്കറ ഫീഹി വജാഅകുമുൻ നദീർ. ദുനിയാവിൽ നീ ജീവിച്ചപ്പോൾ നിനക്ക് ആയുസ് തന്നില്ലേടാ, ആരോഗ്യം തന്നില്ലേടാ, സമയം തന്നില്ലേടോ. വജാഅകുമുൻ നദീർ, നിന്നെ മുന്നറിയിപ്പുകാരായി നിന്നെ പഠിപ്പിക്കാൻ അമ്പിയാക്കളെ ഞാൻ അയച്ചില്ലയോ? അതുപോലെ അവരുടെ അനന്തരാവകാശികളായി പണ്ഡിതന്മാരെ അയച്ചില്ലയോ? അവരൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തിയില്ലയോ? നിനക്ക് പറഞ്ഞു തന്നില്ലയോ? വജാഅകുമുൻ നദീർ, എത്ര ഓർമ്മപ്പെടുത്തുന്ന ആളുകള് നിന്നിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടടാ. നീ മരിച്ചു പോകുന്നുള്ള ബോധം നിന്നെ വരുത്താൻ നിന്റെ ദാടിരോമങ്ങൾക്ക് നര തന്നില്ലയോ?
നിന്റെ വാപ്പയെ മരിപ്പിച്ചില്ല, ഉമ്മയെ മരിപ്പിച്ചില്ല, കുടുംബത്തിൽ ആരെയെല്ലാം മരിച്ചു പോയി, നീ നന്നായോ? ഇല്ല. നിന്റെ ദാടി നരച്ചിട്ട് നന്നായില്ല, നിന്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടും നീ നന്നായില്ല. അവലം നുഅമ്മിറുകും മാ യതദക്കറ ഫീഹി മൻ തദക്കറ. നിന്നെ ഓർമ്മപ്പെടുത്താ, നിന്നെ പഠിപ്പിക്കാ എന്തെല്ലാം സംവിധാനങ്ങൾ ഞാൻ ദുനിയാവിൽ ഒരുക്കി തന്നടാ, പക്ഷേ നീ നന്നായില്ല. അതുകൊണ്ട് ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. മലക്കുകളെ അവരെ പിടിച്ച് നരകത്തിലിട്ടോ. ഫദൂഖൂ, നരകത്തിൽ കിടന്ന് കാലാകാലം നിങ്ങൾ നരകശിക്ഷ അനുഭവിച്ചോ. എന്നിട്ട് അള്ളാഹ് പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ, ഫമാ ലിൽളാലിമീന മിൻ നസീർ. നിങ്ങളെ സഹായിക്കാൻ ഈ നരകക്കുണ്ടിന്റെ അടുത്തേക്ക് ഒരാളും വരൂല്ല. നിങ്ങളെ കുടുംബത്തിൽ നിന്നോ നിങ്ങളെ സഹായിക്കാനോ മറ്റാരെങ്കിലോ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഫമാ ലിൽളാലിമീന മിൻ നസീർ. അക്രമികാരികൾക്ക്, ധിക്കാരികൾക്ക്, തെമ്മാടികൾക്ക്, ഇതുപോലെ ദുർമാർഗികളായി ജീവിച്ചവരോട് അല്ലാഹ് പറയോ, നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരാളും വരുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് ആയത്തിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? ഇത് അക്രമികാരികളാ പറഞ്ഞടാ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനും വരൂല്ല എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ സഹായിക്കാൻ പലരും ഉണ്ടാകും. അമ്പിയാക്കളുണ്ടാകും, അമ്പിയാക്കളുടെ നേതാവ് ഉണ്ടാകും, മുഹമ്മദ് മുസ്തഫ. നമ്മുടെ എല്ലാവരുടെയും ആകെ പ്രതീക്ഷ അത് മാത്രമാണ്. നമ്മുടെ കയ്യിൽ അമലുകളില്ല, സൽക്രമങ്ങളില്ല, ഉള്ളതോ നല്ലതെന്ന് പറയാൻ പറ്റിയതൊന്നുമില്ല. അതിനോളം അമലില്ല, ഇൽമില്ല, അറിവില്ല, പിന്നെന്തൊക്കെയോ അറിയും പോലെ അല്ലാഹുവിനായി നമ്മളങ്ങ് ചെയ്യുകയാണ്. അപ്പോഴൊക്കെയും പ്രതീക്ഷ പടച്ചറബേ, നാളെ നിന്റെ റഹ്മത്ത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. നിന്റെ ഭാരമായ ആ കാരുണ്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തു, ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. മറ്റൊരു പ്രതീക്ഷ മുഹമ്മദ് മുസ്തഫ. അന്താ ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇന്നല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി. മദീനയുടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്ത് ഉറങ്ങിക്കിടക്കുകയാണ്. നാളെ മരിക്കുന്ന സമയത്തും ഖബറിലും പുനർജന്മ നാളിലും എല്ലാം നമുക്ക് രക്ഷയായി വരേണ്ടുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ നബി തങ്ങൾ ആ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്ത് കിടന്നിട്ട് ആലപ്പുഴ ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ഈ വലിയ കുളം ജുമാ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ, എന്റെ മുഹിബ്ബീങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്ന് കേട്ട് കണ്ടിട്ട് അവിടുത്തെ പരിശുദ്ധമായ മുഖകമലം ഒന്ന് സന്തോഷിക്കട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب العربي. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മയെക്കാളും അപ്പയെക്കാളും മറ്റെന്തിനേക്കാളും ഞങ്ങൾ സ്നേഹിക്കുന്ന പ്രപഞ്ചത്തിലെ ഒരേ ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ. ആ നബി തങ്ങളെ ശഫാഅത്ത് ഈ പരലോക വിചാരണയുടെ നാളിൽ ഞങ്ങള് കഷ്ടപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ ആ മുത്തായ തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമല്ലോ. അല്ലാഹു തൗഫീഖാക്കട്ടെ, അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എന്ന ഈ രണ്ട് സമയം മനുഷ്യന്മാര് രണ്ട് സമയത്ത് ഖേദിക്കും. സമയത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലാഹുവേ നഷ്ടപ്പെട്ടു പോയല്ലോ അർച്ചോനെ എന്നൊന്ന് മരണത്തിന്റെ നാളിലും, മറ്റൊന്ന്
പരലോക വിചാരണയുടെ നാളിലും അള്ളാഹു സമയത്ത് മുതലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണസ്മരണ എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. മരിച്ചു പോകണമെന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നബി തങ്ങൾ പറയുന്ന, ഒരാൾക്ക് നന്നാകാൻ ഏറ്റവും നല്ലത് എപ്പോഴും മരിച്ചു പോകണമെന്നുള്ള ബോധവും ചിന്തയും എപ്പോഴും കൊണ്ട് നടക്കലാണ്. എല്ലാ രസങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും രുചികളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ കുറിച്ച് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നടന്നോ. നിങ്ങളെ ഊണിലും ഉറക്കത്തിലും നിങ്ങളെ കടത്തത്തിലും നിങ്ങളെ നടത്തത്തിലും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയിലും നിങ്ങൾ ഒരേ ഒരു കാര്യം അങ്ങനെ ചിന്തിച്ചാൽ മതി. പടച്ചോരെ മരിച്ചു പോകണമല്ലോ അല്ലോ, പടച്ചറബേ മരിച്ചു പോകണമല്ലോ അല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതിനോളം നിങ്ങളെ നന്നാക്കുന്ന മറ്റൊരു ഉപദേശി വേറെയില്ല. മൻ അറാദൽ വാഇള ഫൽ മൗതു യക്ഫീ. ആർക്കെങ്കിലും നന്നാകണമെന്ന് ചിന്ത വരുന്നോ, മരണത്തെ ഓർത്താൽ മതി. അതിനോളം നിങ്ങളെ നന്നാക്കുന്ന ഒരു ഉപദേശി വേറെയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ മരണം ഖൈറാക്കി തരട്ടെ. നല്ല മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടോ, സമയത്തെ നഷ്ടപ്പെടുത്തി മരണത്തെ വിസ്മരിച്ചു പോകാൻ പാടില്ല. മഹാന്മാരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ മഹാനായ ഔദുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ഖുത്ബുൽ അഖ്താബാണ്. ഔലിയാക്കന്മാരുടെ ടോപ്പ് ലീഡറാണ്. സ്ഥാനത്തിന് കുറവുണ്ടോ? ബഹുമാനത്തിന് കുറവുണ്ടോ? സ്വഹാബത്ത് കഴിഞ്ഞാൽ, അഇമ്മത്ത് കഴിഞ്ഞാൽ, താബീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കന്മാരിലെ ഏറ്റവും വലിയ സുൽത്താൻ ഖുത്ബുൽ അഖ്താബ് ഔദുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സ്ഥാനത്തിന് കുറവില്ല, ബഹുമാനത്തിന് കുറവില്ല, ആദരവിന് കുറവില്ല. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ പാടി നടക്കും, ലൈസ ബിനൽ ഖുസ്റാനി അന്ന ലയാലിയാ തമുറു ബിലാ നഫഇൻ വതുഅസീബു ഫീ ഉംരി. ഔദുൽ വർത്താനം കേട്ടോ. ഞാൻ പറഞ്ഞത് സ്ഥാനത്തിന് കുറവില്ലാത്ത ആളാ. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ പാടി നടക്കുക, ലൈസ മിനൽ ഖുസ്റാനി അന്ന ലയാലിയാ. പടച്ചവനെ, ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ഭയപ്പെടുന്നത് ഒരു ഉപകാരവുമില്ലാത്ത എന്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിനെ ഓർത്തിട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സമയത്തിന്റെ വില മനസ്സിലാക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ഭയപ്പെടുന്നത്, പടച്ചവനെ, ലൈസ മിനൽ ഖുസ്റാനി അന്ന ലയാലിയാ. ഈ അബ്ദുൽ ഖാദറിന്റെ ഒരു ദിവസം നിന്റെ പൊരുത്തത്തിലല്ലാതെ, നിന്റെ ദീനിന്റെ പ്രവർത്തന മേഖലയിലല്ലാതെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്. തമുറു ബിലാ നഫഇൻ വതുഅസീബു ഫീ ഉംരി. അതാണ് ഏറ്റവും എന്റെ ഐസില നഷ്ടപ്പെട്ടു പോയ ആ സമയത്തെ കുറിച്ചാണ് എന്റെ ബേജാറ്. ആരാ? എത്ര വലിയ മഹാനായി പറഞ്ഞു. നമ്മളോ ആരാ? ഔദുൽ ആലം തങ്ങള് നലവേറും ഇശാ തൊഴുതോരോളുവാല് 40 സുബഹി തൊഴുതോവർ. ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്മ് തീർത്തോവർ. ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഉറങ്ങിപ്പോകുമോ? ഖുർആൻ എടുക്കാട് ഖത്മ് തീർക്കാൻ ഓതി വരുമ്പോ ഉറങ്ങിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഒരു കാലുയർത്തി പിടിച്ചിട്ട് ഓതുകയാണ്. ഒറ്റക്കാലിൽ നിന്നാ പിന്നെ ഉറക്കം വരൂല്ലല്ലോ. അതാണ് മുഹീദ്ദീൻ മാലയിൽ നമ്മൾ പാടുന്നത്, ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്മ് തീർത്തോവർ. ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഇശാഇനടുത്ത വുളൂണ്ട് 40 കൊല്ലോ അതേ വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചു. ഇശ
ഇശാഇനടുത്ത് ഓതുകൊണ്ട് 40 കൊല്ലം സുബഹിസ്കി. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ മഹാന്മാർ അവർക്കൊക്കെ പേടി അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിലാണ്. വലാ തർജു ഫിഅലൽ ഖൈരി യൗമൻ ഗിലാ ഇലാ ഗദി ലഅല്ല ഗദൻ യഅതി വഅന്ത ഫഖീദു. വലാ തർജു ഫിഅലൽ ഖൈരി യൗമൻ ഇലാ ഗദി. ഏത് കാര്യവും നാളെ ചെയ്യാം എന്ന് നീ പറഞ്ഞിട്ട് വിചാരിച്ച് മാറ്റിവെക്കണ്ട. നാളെ ചെയ്യാം. നമുക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നാളെ ആകട്ടെ, നാളെ പറഞ്ഞ് നീളയായി അവസാനം മയ്യത്ത് കട്ടിൽ വീട്ടിലെത്തുമ്പോഴാണ് നമ്മളെ എല്ലാം തീർന്നു എന്ന് മനസ്സിലാകും. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. വലാ തർജി ഫിഅലൽ ഖൈരി യൗമൻ ഇലാ ഗദി. നാളെ ലഅല്ലക ഗദൻ യഅതി വഅന്ത ഫഖീദു. നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു കാര്യവും നിങ്ങൾ മാറ്റിവെക്കരുത്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. പക്ഷെ ഇനി നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നാൽ വഅന്ത ഫഖീദു, നാളെ ചെയ്യാൻ നീ ഉണ്ടാകൂല. നീ ദുനിയാവിന്റെ പുറത്തു ജീവനോടെ ഉണ്ടാകൂല. നിന്റെ റൂഹ് എപ്പോഴേക്കും പോയിട്ടുണ്ടാകും. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ പരിശുദ്ധ റമളാനിന്റെ പ്രഥമ നോമ്പിന്റെ ഹക്കുകൊണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം. അല്ലാഹ് നിർത്തട്ടെ. സമയായ ഇരിക്കൂ. എത്ര സമയം ഇരിക്കൂ? അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. നിർത്താൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു താബിഈങ്ങളുടെ നേതാവാണ്. ആ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എപ്പോഴും പറയും ആളുകളെ കാണുമ്പോ, ഇന്നമാ അന്ത അയ്യാമുൻ ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅലുക. മഹാന്മാരുടെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അടിവരിട്ട് പഠിക്കേണ്ടതാണ്. ഇതാ ഇന്നമാ അന്ത അയ്യാമുൻ, നീയാണ് സമയം. മനുഷ്യ ഒരാളെ കണ്ട അപ്പൊ പറയും, ആരെങ്കിലും കണ്ടാ പറയും, എടാ സമയം എന്ന് പറഞ്ഞാൽ അത് നീയാണ് സമയം. ഇന്നമാ അന്ത അയ്യാം, നീ തന്നെയാണ് സമയം. ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅലുക. ഒരു ദിവസം ആയുസ്സിൽ നിന്ന് സമയം നഷ്ടപ്പെട്ടാൽ, ഒരു ദിവസം ഒരല്പസമയം നഷ്ടപ്പെട്ടാൽ അതിന്റെ ആയുസ്സിൽ നിന്ന് തന്നെ അത് നഷ്ടമായി പോയി. അതുകൊണ്ട് സമയത്തെ നീ ഗൗരവത്തിൽ കണ്ടുകൊള്ളണം, സമയത്തെ മുതലാക്കണം. അതാ ഞാൻ ആദ്യം ഒരു ഹദീസ് ഓതിയത്. മനുഷ്യന്മാർ അധികം ആളുകളും രണ്ട് കാര്യത്തിൽ വഞ്ചിതരാണ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് സമയവും. ഒഴിവ് സമയം, ആർക്കും സമയമില്ല അല്ലേ? വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ആമിനാ وقد نسجت أكفانه وهو لا يدري كم من فتى يمسي ويصبح آمنا. എത്ര യുവാക്കൾ, ചെറുപ്പക്കാർ പ്രഭാതവും പ്രദോഷവും വരവേൽക്കുകയാണ്, കാത്തിരിക്കുകയാണ് അടിച്ചു പൊളിക്കാൻ. എത്ര ചെറുപ്പക്കാർ, പക്ഷേ وقد نسجت أكفانه وهو لا يدري. അപ്പോഴും അവന്റെ കവംപുടവ അവന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അല്ലേ? ഞാനിവിടെ ഇരിക്കുകയാണ്, എന്റെ കവംപുടവ റെഡിയാണ്. ചിന്തിച്ചു നോക്കിയേ, നമ്മളിവിടെ ഇരിക്കുകയാണ്. നമ്മളിപ്പോ മരിച്ചാലേ കവംപുടവ കമ്പനി പോയി പണിഞ്ഞോണ്ട് വരണം, ഉണ്ടാക്കിക്കൊണ്ട് വരണം. റെഡി അവിടെ ഇരിപ്പുണ്ട്, ഏതോ കടയിൽ ഇരിപ്പുണ്ട്. അതാണ് മഹാന്മാര് പറഞ്ഞത്, മനുഷ്യനറിയുന്നില്ല അവന്റെ കവംപുടവ ഓൾറെഡി അത് റെഡിയായിട്ടുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, എപ്പോ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും നല്ല ഈമാനുള്ള റാഹത്തുള്ള മരണം ഞങ്ങൾക്ക് നൽകണമല്ലോ. മരിക്കാനുള്ള പേടി കൊണ്ട് ചോദിക്കുകയല്ല റബ്ബേ, ഈ ലോകത്ത് നിന്ന് ഈമാനില്ലാതെ മരിച്ചു പോകേണ്ട ഒരു ഗതികേട് വരുന്നത് ചിന്തിക്കാൻ വയ്യ റബ്ബേ. നിന്റെ അമ്പിയാക്കൾ പോലും പേടിച്ചു ദുആയിരുന്നു മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം.
യൂസുഫ് നബി പ്രവാചകരാണ്. ആ യൂസുഫ് നബിയുടെ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ഖദ് മക്കക്ക പാടാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അന്ത വലി ഫിദ് ദുനിയാ വൽ ആഖിറ. ഒരു പ്രവാചകന്റെ ദുആയാണ്, സാദാ സീദാ മനുഷ്യനല്ല. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക, അല്ലാഹുവേ നീ എന്നെ മിസ്റിലെ അധികാരം നീ എനിക്ക് തന്നു. എന്റെ സഹോദരങ്ങളാൽ വലിയ ആഴമേറിയപ്പെട്ട കിണറ്റിൽ എന്നെ കൊല്ലാൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഞാൻ മരിച്ചുപോയി എന്ന് കരുതി അവർ പിന്തിരിഞ്ഞു പോയപ്പോ അതുവഴി വന്ന ആളുകളെ കച്ചവടക്കാർ എന്നെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി. എവിടെ? അസീസ് രാജാവിന്റെ കോട്ടയ്ക്കകത്ത്. അവിടെ ഞാൻ വളർന്നു. എന്നെ എന്റെ സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ കൊല്ലാനെറിഞ്ഞ എന്നെ അവിടെ നിന്ന് നീ എന്നെ എടുത്തുകൊണ്ടുപോയി മിസ്റിന്റെ രാജാവാക്കിയില്ലേ അല്ലാ. അതാണ് റബ്ബ്, അതാണ് റബ്ബ്. നമ്മളറിയില്ല, നമ്മളറിയും. നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങള്, അല്ലേ? അല്ലാഹുവേ പടച്ചവനെ, യൂസുഫിന് പറയാ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി, നീ എനിക്ക് അധികാരം തന്നു, രാജാധികാരം തന്നു, ഈജിപ്തിന്റെ ഭരണാധികാരം തന്നു, എന്നെ നീ മിസ്റിന്റെ രാജാവാക്കി തീർന്നു. വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്, എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. ആരെന്ത് സ്വപ്നം കണ്ടാലും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ളവരുടെ ലക്ഷണമാണ് സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുക. അല്ലാഹു ജല്ല ജലാലു യൂസുഫ് നബിക്ക് എല്ലാ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പഠിപ്പിച്ചു കൊടുത്തൊക്കെ പറഞ്ഞിട്ട് പറയാണ്, തവഫനി തവഫനി മുസ്ലിമാ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, നീ എന്നെ നബിയാക്കി, എന്നെ പ്രവാചകനാക്കി, അധികാരിയാക്കി, രാജാവാക്കി, എല്ലാം പഠിപ്പിച്ചു തന്നു. പക്ഷേ ഈ യൂസുഫിന് നിന്നോട് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, തവഫനി മുസ്ലിമാ, എന്നെ നീ ഒരു 1-ാം ക്ലാസ് മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കണമല്ലോ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പൂർവിക മഹത്തുക്കളായ സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണമല്ലോ. സാലിഹീങ്ങളോട് ചേരാൻ ദ്വാരക്കണം. ആരോട്? ചിലർക്ക് സാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ പുച്ഛാണ്, അല്ലേ? അങ്ങനെയുണ്ട് കുറെ ടീം. ഇവിടെ ഇല്ല. സ്വാലിഹീങ്ങൾ പ്രവാചകന്റെ ദുആയാണ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചവനെ എന്നെ നീ സ്വാലിഹീങ്ങളോട് ചേർക്കണേ അല്ലാഹ്. ഒരു നബിയുടെ ദുആ അതാണെങ്കിൽ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, നമ്മൾ എത്ര റബ്ബിനോട് ദുആയിരക്കണം. ഈമാൻ കിട്ടിയൊന്നും മരിച്ചു കിട്ടാൻ, ഒന്ന് ഈമാനോടെ മരിച്ചു കിട്ടാൻ അള്ളാഹിനോട് എത്ര ദുആയിരക്കണം. പഠിച്ചവനെ, ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ ഉമ്മവാപ്പമാർ, ബന്ധുമിത്രാദികൾ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുത്തുമൂമിനീങ്ങൾക്ക് മുഴുവനും നീ മരണസമയം നീ ഈമാൻ നൽകണേ അല്ലാ. നല്ല സാലിഹ്യങ്ങളോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണമല്ലോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചില ആളുകൾ ഇങ്ങനെ നാളെയാകട്ടെ എന്ന് കരുതിയിട്ട് നീളയായി വയസ്സ് 25 പോയി, 35 ആയി, 40 എത്തുകയാണ്. 40 വയസ്സെത്തിയിട്ടും നരബാധ തുടങ്ങിയിട്ടോ നിനക്ക് നന്നാകാനും തീരുമാനമില്ലയോ? നബിതങ്ങൾ പറയുന്നു, മൻ ജാവസ 40 വലം യഗ്ലിബ് ഖൈറുഹു വലാ സന്നിഹി ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. മൻ ജാവസ 40 വലം യഗ്ലിബ് ഖൈറുഹു വലാ സന്നിഹി, 40 വയസ്സെത്തിയിട്ടോ നിനക്ക് നിന്റെ നാശത്തെക്കാളും ഷർറിനെക്കാളും തിന്മയെക്കാളും ദോഷത്തെക്കാളും പാപങ്ങളെക്കാളും നിനക്ക് നന്മയെ, ഇബാദത്തിനെ, സൽക്രമങ്ങളെ നിനക്ക് അധികരിപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലയോ? നീ പിന്നെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം മോഹിക്കണ്ടടാ. നീ ദുനിയാവിൽ വെച്ച് തന്നെ നീ നരകം ഉറപ്പിച്ചോ.
മുഹമ്മദ് മുസ്തഫ. 40 വയസ്സെത്തിയിട്ട് ചില ആളുകൾക്ക് നന്നാകണമെന്ന ബോധമില്ല. അല്ലാഹുവേ ഞങ്ങളിലെ 40കാരെയൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ. ഒരിക്കൽ അതാ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി തങ്ങളോട് വന്നിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, അല്ലാഹു ജല്ല ജലാലു എന്നോടൊരു കാര്യം പറഞ്ഞു വിട്ടു, തങ്ങളോടുകൂടി പറഞ്ഞിട്ടെന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. അതൊന്നുമല്ല, ഓരോ മനുഷ്യന്മാരുടെ വലതും ഇടതും നന്മ തിന്മകളെ എഴുതുന്ന മലക്കുകളുണ്ട്. ഹാഫിളീങ്ങളായ മലക്കുകള്, കാത്തിബീങ്ങളായ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളോട് പറയാൻ റബ്ബ് ദാ എന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ്. മുത്തുനബി ചോദിച്ചു, ജിബ്രീല് എന്താണ് അല്ലാഹു പറഞ്ഞത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഓരോ മനുഷ്യന്മാരുടെ 2 ഭാഗത്ത് തോളിന്റെ അടുത്തിരുന്നിട്ട് വലതും ഇടതും ഇരുന്നിട്ട് എഴുതുന്ന കാത്തിബീങ്ങൾ ആഫിളീങ്ങളായ മലക്കുകളില്ലയോ, യുമറുൽ ആഫിളീന അൻ അർഫിഖാ ബിഅബ്ദി മിൻ ഹദാസത്തി സിന്നിഹി. അല്ലാഹുവിന്റെ കാരുണ്യം നോക്കണേ, പടച്ചവന്റെ കാരുണ്യം നോക്ക്. ജിബ്രീൽ വന്നിട്ട് മലക്കുകളോട് പറയാൻ പോവാണ്. പറഞ്ഞിട്ടില്ല, എന്താ? യുമറുൽ ആഫിളീന, അല്ലാഹു ആ മലക്കുകളോട് കൽപ്പിക്കുകയാണ്. അത് നമ്മുടെ വലതുമിടതും നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളോട് അല്ലാഹു പറയാൻ ജിബ്രീലിനെ പറഞ്ഞു വിട്ടു, അൻ അർഫിഖാ ബിഅബ്ദി. 40 വയസ്സെത്താത്ത ചെറുപ്പക്കാരായ യുവാക്കളായ എന്റെ ഉമ്മത്തിൽ, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് കരുണ കാണിക്കാൻ, മയം കാണിക്കാൻ മലക്കുകളോട് പറയണേ ജിബ്രീലേ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ അവരുടെ ചെറുപ്പത്തിന്റെ രക്തപ്രസരിപ്പിൽ ഇവർ തെറ്റുകളൊക്കെ ചെയ്തു പോകാം, അതൊന്നും എഴുതണ്ട. അല്ലാഹുവേ നീ എത്ര കാരുണ്യവാനാണല്ലോ. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന ഈ റഹ്മത്തിന്റെ സമയത്ത് ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. അവന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അവൻ ചെയ്തു കൂട്ടുന്നതൊന്നും നിങ്ങൾ വേഗത്തിൽ അങ്ങനെ എഴുതി വെക്കണ്ട. പക്ഷേ ഇദാ ബലഗൽ 40 ഇഹ്ഫളാ വഹഖിഖാ, 40 വയസ്സെത്തിയവരുണ്ടോ? ശ്രദ്ധിച്ചോ, 40 വയസ്സെത്തിയിട്ട് പിന്നെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുകയാണെങ്കിൽ ആ മലക്കുകളോട് ജിബ്രീൽ വന്ന് പറയും പോലെയും വളരെ കണിശമായി കർക്കശമായി അവരെന്ത് ചെയ്താലും എഴുതി വെച്ചോ മലക്കുകളെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പഠിപ്പിക്കുകയാണ്, ഇദാ ബലഗ റജുലു 40 സന, ഒരു മനുഷ്യന് 40 വയസ്സെത്തിയാൽ നാദാ മുനാദി മിനസ് സമാ, 40കാരോടല്ല, 40 വയസ്സുള്ളവരോടല്ല, ആകാശ ലോകത്തു നിന്നും അതാ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, ദനർ റഹീൽ ദനർ റഹീൽ ഫഅഇദ സാദാ. യാത്ര പോകാൻ സമയമായില്ലേ ചെറുപ്പക്കാരാ, ദനർ റഹീൽ, യാത്ര അടുത്തുപോയല്ലോടാ, വാഹനം വരാൻ അടുത്തുപോയല്ലോ. പള്ളിയിൽ നിന്ന് മയ്യത്ത് കട്ടിലാകുന്ന വാഹനോ, കുല്ലുബിനി ഉൻസാവയും താലത്ത് സലാമത്തുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്വാ മഹ്മൂലു. ദുനിയാവിൽ ഉമ്മ പ്രസവിച്ച ഏതു മനുഷ്യനായാലും അവനെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു വാഹനം വരാനുണ്ട്, അത് മയ്യത്ത് കട്ടിലാണ്. മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, ആരോട്? 40 വയസ്സ് കഴിഞ്ഞവരോട് വിളിച്ചു പറയുകയാണ്, ദനർ റഹീൽ ദനർ റഹീൽ, യാത്രയ്ക്ക് അടുത്തല്ലോ മോനെ, യാത്ര പോകാൻ സമയമായല്ലോടാ. ആ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ നീ ഒരുക്കുന്നില്ലേ, സൽക്രമങ്ങൾ ചെയ്യുന്നില്ലേ? ഇനി കേട്ടോ, 50 വയസ്സെത്തി കഴിഞ്ഞാൽ 50കാരോടും മലക്കുകൾ പറയോ, നമുക്കത് കേൾക്കാൻ കാതില്ലെന്നേ ഉള്ളൂ. കേട്ട ഒരാൾ പഠിപ്പിച്ചു തന്നു, മുഹമ്മദ് മുസ്തഫ. 50 വയസ്സുകാരോട് മലക്കുകൾ പറയാണ്, യബ്നാ അൽ ഖംസീന, ഓ 50കാരാ, ഓ 50കാരാ, ഖദ്ദനാ വഖത്തുൽ അഖ്ദി വൽ ഹസാദ്, കൊയ്ത്തിന്റെയും വിളവെടുപ്പിന്റെയും കാലം അടുത്തല്ലോ. പറഞ്ഞാൽ 60 വയസ്സ് 50 വയസ്സെത്തിയാ പിന്നെ
ഒന്നും വിത്തിറക്കാൻ പറ്റൂല, പക്ഷെ ആരോഗ്യം കിട്ടൂല എന്നർത്ഥം. അതുകൊണ്ടാണ് മലക്കുകൾ അങ്ങനെ പറയുന്നത്. പൊന്നുമോനെ 50കാരാ, കൊയ്ത്തിന്റെയും വിളവെടുപ്പിന്റെയും സമയമായടാ. ഇനി കേട്ടോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 60 ചത്തിയ ആളുകളുണ്ടല്ലോ, 60 വയസ്സെത്തിയ ആളുകളോടും മലക്കുകൾ വിളിച്ചു പറയോ, എന്തോ യബ്ന അസ്സീന, ഓ 60കാരാ, നരബാധിച്ചവരെ, ഓ 60കാരാ, നസീതുമുൽ ഇഖാബ വഗഫൽതും അൻ റദ്ദിൽ ജവാബ, നസീതുമുൽ ഇഖാബ, അല്ലാഹുവിന്റെ ശിക്ഷയെ നീ മറന്നു പോകുന്നോടാ, ഖബറിന്റെ അദാബിനെ മറന്നു പോകുന്നോടാ, പടച്ചവന്റെ അദാബിനെ മറന്നു പോകുന്ന, വഗഫൽതും അൻ റദ്ദിൽ ജവാബ്, നിന്നെ കൊണ്ടുപോയി ഖബറടക്കി കഴിഞ്ഞാൽ ഖബറിൽ നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന 2 മലക്കുകളുണ്ടല്ലോ മോനെ, ആ മലക്കുകൾക്ക് മറുപടി പറയുന്ന വിഷയത്തെ തൊട്ട് നീ ഗഫലാനായോ, നീ അശ്രദ്ധനായി ജീവിക്കുകയാണോ എന്ന് 60കാരോട് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ അർഹമുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബ് തആല സമയത്തിന്റെ വില മനസ്സിലാക്കി ജീവിക്കാൻ, ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കി ജീവിക്കാൻ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, കൂടുതൽ സൽക്രമങ്ങൾ ചെയ്യാൻ അല്ലാഹു ജല്ല ജലാലു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين جل جلالاയ അളീമായ റബ്ബേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലിയത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരും നോമ്പുകാരാണ് റബ്ബേ, പടച്ചവനെ ളുഹർ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചവരാണ്. ശേഷം നിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ പടച്ചവനെ മണിക്കൂറുകളായി ഞങ്ങൾ ഇൽമു കേൾക്കുകയാണ് അല്ലാ. ഈ സദസ്സിൽ എത്രയോ വാർദ്ധക്യമെത്തിയ ആളുകളുണ്ട് റബ്ബേ, വൃദ്ധരായവരുണ്ട് റബ്ബേ, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരുണ്ട് റബ്ബേ, കുഞ്ഞുമക്കളുണ്ട് റബ്ബേ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രാർത്ഥനകൾക്ക് നീ സ്വീകാര്യത നൽകണേ അല്ലാ, ഖബൂലിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ അല്ലാ. പരിശുദ്ധ റമളാനിലെ അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ നാളിൽ റബ്ബേ നീ റഹ്മത്ത് ചെയ്തവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ മരണം ഖൈറാകുന്ന നാളിൽ ഞങ്ങൾക്ക് നീ ഇവിടെ കേട്ടതുപോലെ നല്ല ഈമാനുള്ള മരണം നൽകണേ അല്ലാ. എപ്പോ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും റബ്ബേ ഞങ്ങളെ ഈമാനിനെ നീ ഒരിക്കളയല്ലേ അല്ലാ. ഈമാനുള്ള നല്ല മരണം നൽകണമല്ലോ. ആ സമയത്ത് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ മരണം കഴിഞ്ഞ് ഖബറിലെത്തിയാലും നിന്റെ റഹ്മത്തിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. യാ അല്ലാ, പുനർജന്മ നാളിൽ അവിടെയാണ് നിന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് റബ്ബേ. നിന്റെ ഭാരമായ കാരുണ്യം കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നന്മകളും തിന്മകളും തൂക്കുമ്പോൾ ഒരുപക്ഷേ ഞങ്ങളെ നന്മകൾ കുറവാണെങ്കിലും ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നീ കാരുണ്യവാനാണല്ലോ അല്ലാ. റബ്ബേ നിന്നോളം കരുണയുള്ളവനില്ലല്ലോ അല്ലാ. നിന്റെ അടിമകളിൽ ഒരാളെ അങ്ങ് നരകത്തിൽ ഇട്ടത് കൊണ്ട് നിനക്കെന്ത് കിട്ടാനാ അല്ലാ. നിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നന്മകൾക്ക് നീ മുൻതൂക്കം നൽകണമല്ലോ. പടച്ചവനെ നല്ല മുൻതൂക്കം നൽകണമല്ലോ. ഹിസാബ് എളുപ്പമാക്കി തരണേ അല്ലാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമല്ലോ. അവിടുത്തെ തണലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ റബ്ബേ. സിറാത്തുൽ മുസ്തഖീമിന്റെ
ചിവട്ടെ നിന്നിട്ട് സല്ലിം 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 എന്ന് പറഞ്ഞ് അല്ലാ എന്റെ ഉമ്മത്തികളെ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്തിനായി നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് നൽകണമല്ലാ. അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുത്തു മുഅ്മിനീങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ നീ കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളൊന്നും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റബ്ബേ. പടച്ചവനെ വലിയ മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അപകടങ്ങൾ തരല്ലേ അല്ലാ. അപകട മരണങ്ങൾ തരല്ലേ അല്ലാ. ദുരന്തങ്ങളും ദുർമരണങ്ങളും തരല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ മശായിഖന്മാർ ഉസ്താദുമാർ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ ഉലമാക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ജമാഅത്തിന്റെ പണ്ഡിതൻ മഹത്തുക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് മുഴുവനും നീ ദീർഘായുസ് നൽകണേ അല്ലാ. അത് ദക്ഷിണയായാലും സമസ്തയായാലും അത് എ പി ഉസ്താദിന്റെ വിഭാഗമായാലും ബഹുമാനപ്പെട്ട ജിബ്രീ തങ്ങളുടെ വിഭാഗത്തിലെ സമസ്തയായാലും എല്ലാം ഞങ്ങളെ പണ്ഡിതന്മാരാണ് റബ്ബേ. ഈ സമുദായത്തിന്റെ റബ്ബേ തണലുകളാണ് റബ്ബേ. സാദാത്യങ്ങൾക്ക് അത് സമസ്ഥാനയിലെ പണ്ഡിതന്മാരായാലും സമസ്ത അഖിലം ഉലമാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ തണല് ഞങ്ങൾക്ക് എപ്പോഴും നൽകണമല്ലോ. അസാദാത്യങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലോ. ദില്ലത്തിലാക്കല്ലേ അല്ലോ. ഞങ്ങളുടെ ഉലമാക്കൾക്ക് മുഴുവനും നീ ഇസ്സത്ത് നൽകണമല്ലോ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലോ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.